കുശാലായിട്ട് ഒരു നട കൂടി ഉണ്ണാം. കുംഭ എന്താ കുംഭാരച്ചൂളയാണോ? ഭൈരവ, ഉണ്ടിറങ്ങിയിട്ട് ഒരു നാഴിക പോലും ആയില്ലല്ലോ. ഉണ്ടാൽ ദേ ഇതുപോലെ ഉറങ്ങണം. പക്ഷെ ഇവിടെ കുറെ മണ്ടന്മാരുണ്ട്. ഉണ്ടു വന്ന ഉടനെ കണ്ട കയത്തിൽ ചാടി പള്ളി നീരാട്ട്. ഈ ഏഭ്യന്മാരെ കൊണ്ട് തോറ്റു. നേരാവണ്ണം മംഗലം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതിപ്പോ അതുമില്ല. മണ്ടശിരോമണികളുടെ കൊതിക്കറിവ് കേട്ട് പൊറുതി മുട്ടേണ്ടിയും വന്നു. ജയന്തൻ പറഞ്ഞത് നേരാ. കൺകുളിർക്ക കാണാൻ ഇതുപോലൊരു പരിണയം ഇനി ഉണ്ടാവില്ല മധുരയിൽ. അത് നേരാ. കല്യാണം കണ്ട് കണ്ണു മഞ്ഞളിച്ചു എന്ന് തന്നെ പറയണം. പൊന്നിന്റെ പൊടി പൂരമല്ലേ. വരദാനം കൊടുത്തത് എന്തൊക്കെയാണെന്നറിയാമോ? സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആന, 15,000 കുതിര, 1500 തേര്, പിന്നെ പൊന്നു കുന്നോളം, രത്നങ്ങൾ വട്ടക 6 എണ്ണത്തിൽ. പോരാത്തതിന് പോകാൻ നേരം കംസമഹാരാജന്റെ വക 12 ഭാരം സ്വർണം കൂടെ. ഇതങ്ങനെ പലരും പെരുപ്പിച്ച് 10 മടങ്ങാക്കും. അക്കാര്യത്തിൽ സംശയമില്ല. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ സംശയമുള്ളൂ. വികടാ, ഉള്ളതുപോലെ പറയണം. കംസമഹാരാജാവിന് ദേവകി ദേവിയെ അത്രക്കിഷ്ടമാണ്. അതുകൊണ്ട് വാരിക്കോരി തന്നെ കൊടുത്തു. അതാ അതിന്റെ ശരി. മഹാരാജാവിന് ദേവകി ദേവി കഴിഞ്ഞേ ഉള്ളൂ എന്തും. എവിടുന്നൊക്കെ വന്നു രാജാക്കന്മാർ, എവിടുന്നൊക്കെ വന്നു പ്രഭുക്കന്മാർ. എന്തൊക്കെ ആയാലെന്താ, ആ വസുദേവർക്ക് അതിലൊന്നും താല്പര്യമില്ലല്ലോ. രാജപദവി പോലും വേണ്ടെന്ന് വെച്ച ആൾക്ക് വരദാനത്തിൽ എന്ത് കമ്പം വരാൻ? അറിഞ്ഞോ കംസമഹാരാജാവ് ഞെട്ടിച്ചു കളഞ്ഞില്ലേ? എന്താ കാര്യം? എന്താ ഇതാ പറയുന്നത്, ആദ്യ പന്തയ്ക്ക് തന്നെ ഉണ്ട് മുങ്ങിക്കളയാൻ പാടില്ലാന്ന്. കല്യാണത്തിലല്ല, കംസമഹാരാജാവിന്റെ കേമത്തെ മുഴുവൻ കണ്ടത് ദാ ഇപ്പോഴാ. വിചിത്രവീര്യ, നീ കാര്യം പറയൂ. എല്ലാം കഴിഞ്ഞ് വധൂവരന്മാർ രഥമേറാൻ നേരത്താ അത് സംഭവിച്ചത്. തേരാളിയെ താഴെ ഇറക്കി മഹാരാജാവ് തന്നെ രഥമോടിച്ചു പോയി. കംസരാജന്റെ മഹത്വമങ്ങേറി. സോദരിക്ക് സൂതനായവൻ കംസരാജൻ. വേഗത കൂടുന്നതിൽ ദേവകി ഭയമുണ്ടോ? അതിലും വലുതാണെന്ന് തോന്നുന്നു നമ്മുടെ സാമീപ്യം കൊണ്ടുള്ള ഭയം. കൊള്ളാം, വസുദേവരുടെ ഫലിതം. ഹേ ദുഷ്ടനായ കംസ, ഹേ ദുരാചാര, മഹാമൂഢനായ കംസ, ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ നീ വധിക്കപ്പെടും. ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ നീ വധിക്കപ്പെടും.
Ha 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 ha!